ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട ദിനേശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കും. ഭാഗ്യജി പറഞ്ഞ പോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ്. എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വർക്കിംഗ് ടൈം സിനിമയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ചില സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ട് 9 മണിക്കോ 10 മണിക്കോ പോലും തീർക്കാൻ പറ്റില്ല. വെളുപ്പിന് 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട്. ദിനേശേട്ടൻ പറഞ്ഞ പോലെ ഒരുപക്ഷെ രേഖാപരമായി പരാതി തരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ലേഡി പെൺകുട്ടിയാണ്. അപ്പോൾ അവർ ഒരു 2-3 ഇയേഴ്സ് മുമ്പ് അനുഭവിച്ചൊരു പ്രശ്നം ഒരു ഇൻ്റർവ്യൂയിലൂടെ പറയുകയും ഞാനത് അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഡ്രൈവറോട് കൺട്രോളർ പറഞ്ഞിരുന്നു അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് എത്തിക്കണം. അപ്പോൾ ഈ വീട് കുറച്ച് ഉള്ളിലോട്ടാണ്, ഏകദേശം നെടുമങ്ങാട് ഭാഗത്തേക്കാണ്. അപ്പോൾ വീട്ടിൽ ഈ റോഡിൽ നിന്നൊരു അല്പദൂരം അങ്ങോട്ട് ആ കുട്ടിക്ക് നടന്നു കയറേണ്ടതുണ്ട്. ചില ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കും ഈ കുട്ടികളെ സാധാരണ കൊണ്ടാക്കുമ്പോൾ അങ്ങ് വരെ തന്നെ. ഒരു ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയെ സ്ഥിരം ഇറക്കുന്നതിൽ നിന്നും കുറച്ച് ദൂരത്ത് ഇറക്കുകയും, രാത്രിയാണ്, അർദ്ധരാത്രി 12 മണിയായി എന്ന് ആലോചിക്കണം, നല്ല ഇരുട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ കുട്ടിയെ ഒരു സുരക്ഷിതത്വമില്ല, കൂടെ ആരുമില്ല, ഈ കുട്ടി ഒറ്റയ്ക്കാണ് വരുന്നത്. ആ ഡ്രൈവർ ആ കൃത്യം ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കിയില്ല എന്ന് മാത്രമല്ല, ഇതിന് ആ കുട്ടി പോയി വീടെത്തുന്നതിന് മുൻപ് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഒരുപാട് ദൂരത്ത് ഇറക്കുകയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇവിടെ നിന്ന് ഈ കുട്ടി ഓടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൺട്രോളർ വിളിക്കുമ്പോൾ വർക്കിന് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനൊരു ഭയം ഉള്ളത് കൊണ്ടാണ്, കാരണം ആ സുരക്ഷിതത്വ കുറവാണ് അതിന് അന്ന് അനുഭവിച്ചത്. അത് പക്ഷെ ആരോടും പരാതി പറഞ്ഞില്ല. ഒരുപക്ഷെ നിയമപരമായിട്ട് നമ്മളോട് അന്ന് ആത്മസംഘടനയ്ക്ക് ഒരു പരാതി തന്നിരുന്നെങ്കിൽ പോലും നമ്മളത് എടുത്തേനെ. അപ്പോൾ പരാതിയായിട്ടത് പറയാതെ ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടായതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചത്. ഇതുപോലുള്ള ഇൻസിഡന്റുകൾ പലപ്പോഴും നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പരാതിപ്പെടുന്ന ആള് വലിയ കുറ്റക്കാരായി മാറുമോ, അല്ലെ അവർക്ക് വർക്ക് നഷ്ടപ്പെടുമോ, മറ്റുള്ളവരവരെ മോശമായി കാണുമെന്നൊക്കെ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പറയാത്തത്. ഒരുപക്ഷെ ഫെഫ്ക എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഇനി ധൈര്യമായിട്ട് പരാതി പറയാനും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കുമെന്ന് വലിയൊരു ഒരു പ്രത്യേകിച്ച് അഭിനന്ദനം എന്നല്ല, അതിനുപരി ഒരു സംരക്ഷണമാണ് ഇപ്പോൾ ഫെഫ്ക തന്നത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇതിൻ്റെ ആദ്യം QR കോഡ് നമ്മുടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ കൺവീനർ COA 1 നമ്പർ അംഗമായ ശ്രീ അനിലിന് നൽകിക്കൊണ്ട് ബഹുമാനായിരുന്നു.